രാജ്യത്തെ 3 നിയമസഭാ സീറ്റുകൾ വിധി എഴുതുന്നു. ബീഹാറിലെ ബങ്കിപ്പൂർ, മധ്യപ്രദേശിലെ ബദിയ, ഗുജറാത്തിലെ മഞ്ചാൽപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് ഏറെ നിർണായകമാണ്. ബീഹാർ, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ 3 സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ബിജെപിക്ക് ഉപതെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ്. ഓഗസ്റ്റ് 3-നാണ് വോട്ടെണ്ണൽ. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ബങ്കിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ്. ബിജെപിയുടെ ശക്തി കേന്ദ്രമായ ബങ്കിപ്പൂർ നിലനിർത്താൻ കളത്തിലിറക്കുന്നത് യുവനേതാവായ നീരജ് കുമാർ സിൻഹയാണ്. സിൻഹയുടെ വിജയത്തിനായി നിതിൻ നബീൻ, നിതീഷ് കുമാർ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ജൻസുരാജ് പാർട്ടി സ്ഥാപകനും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോറിന്റെ മത്സരമാണ് ബങ്കിപ്പൂരിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. പ്രശാന്ത് കിഷോറിന്റെ കന്നി മത്സരമാണ്. കഴിഞ്ഞ വർഷം നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കാത്ത ജൻസുരാജ് പാർട്ടിക്ക് ഇത്തവണ അഭിമാന പോരാട്ടം. ബങ്കിപ്പൂരിൽ 26 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടെങ്കിലും പോരാട്ടം നീരജ് കുമാർ സിൻഹയും പ്രശാന്ത് കിഷോറും തമ്മിലാണ്. RJDക്ക് വേണ്ടി രേഖാകുമാരി ഗുപ്തയാണ് മത്സരിക്കുന്നത്. 2025-ൽ ബിജെപിക്കായി മത്സരിച്ച നിതിൻ നബീൻ 51,936 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രേഖാകുമാരി ഗുപ്തയെ പരാജയപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് MLA ആയിരുന്ന രാജേന്ദ്ര ഭാരതിയെ അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് മധ്യപ്രദേശിലെ ദതിയയിൽ ഉപതെരഞ്ഞെടുപ്പ്. മുതിർന്ന നേതാവും മുൻ MLAയുമായ കുൻവാർ ഘൻശ്യാം സിംഗ് ആണ് കോൺഗ്രസിനായി മത്സരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായ അശുതോഷ് തിവാരിയുടെ കന്നി മത്സരമാണിത്. മുതിർന്ന BJP നേതാവും മുൻ MLAയുമായ നരോത്തം മിശ്രയ്ക്ക് സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലി BJPക്കുള്ളിൽ പൊട്ടിത്തെറി ഉടലെടുത്തിരുന്നു. മുതിർന്ന BJP MLA യോഗേഷ് പട്ടേലിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഗുജറാത്തിലെ വഡോദരയിലുള്ള മഞ്ചാൽപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJPയുടെ ശക്തികേന്ദ്രമായ മഞ്ചാൽപൂരിൽ സതീഷ് പട്ടേലാണ് പാർട്ടി സ്ഥാനാർത്ഥി. മുൻ മന്ത്രി കൂടിയായ ഭികാഭായ് റബാരിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.